ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. എമർജൻസി എന്ന് പറഞ്ഞാൽ ഇത്ര ദിവസം കൊണ്ട് എന്നുവെച്ചാൽ 6 ദിവസം കൊണ്ട് 15.52 കോടിയാണ് നേടിയിട്ടുള്ളതെന്ന് അറിയിച്ചു. പിന്നെ രേഖാചിത്രം എന്ന് പറഞ്ഞാൽ 50 കോടി ക്ലബ്ബിൽ കയറിയിട്ടുണ്ട്. പിന്നെ നരിവേട്ട എന്ന് പറഞ്ഞിട്ടുള്ള ടോവിനോ തോമസിന്റെ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിരുന്നു ആളുടെ ബർത്ത്ഡേ ആയിട്ട്. അപ്പോൾ അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പത്താലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിന്റെ പുതിയ സീസൺ ആമസോൺ പ്രൈമിൽ ലഭ്യമായിട്ടുണ്ട്. പിന്നെ സംക്രാന്തി വസ്തു എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ 203 കോടിയിലും കൂടുതലാണ് വേൾഡ് വൈഡ് ആയി നേടിയിട്ടുള്ളതെന്ന് അറിയിച്ചു. പിന്നെ തണ്ടൽ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഹിലസ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്ന് പുറത്തിറങ്ങുന്നു പറഞ്ഞിരുന്നു. ഇതെല്ലാം പാട്ട് നെറ്റിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ചാവ എന്ന് പറഞ്ഞ പടത്തിലത്തെ അക്ഷയ കണ്ണട പേര് മുഗൽ ഷഹൻഷാ ഔറംഗസേബ് എന്നുള്ള രീതിയിലാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. 2 പോസ്റ്റേഴ്സ് കണ്ടിട്ട് ഞാൻ സ്ക്രീൻ എടുക്കാം. പിന്നെ കുടുംബസ്ഥൻ എന്ന് പറഞ്ഞതിന്റെ OTT റൈറ്റ്സ് എടുത്തിരിക്കുന്നത് C5 എന്നുള്ള അറിയിച്ചു. പിന്നെ പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയതും അത് 3.5 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബ്രോമൻസ് എന്ന് പറഞ്ഞതിന്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിരുന്നു. ലെറ്റ്സ് ഗെറ്റ് ദിസ് ബ്രോമൻസ് സ്റ്റാർട്ടഡ് എന്നുള്ള രീതിയിൽ. പിന്നെ ഇന്നൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീൻ എടുക്കാം. വേറൊരു പോസ്റ്ററാണ്. പിന്നെ പൊന്മൻ എന്ന് പറഞ്ഞതിന്റെ റിലീസ് ജനുവരി 30 എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ടീസർ വന്നതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതിന്റെ ഒരു പുതിയ പോസ്റ്റർ ഉണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിന് യുവാരെ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളതെന്ന് അറിയിച്ചു. പിന്നെ പരത എന്ന് പറഞ്ഞതിന്റെ ടീസർ വരും പറഞ്ഞിരുന്നു, അത് വന്നിട്ടുണ്ട്. പിന്നെ വിടാമരിച്ച് എന്ന് പറഞ്ഞതിന്റെ ഭാഗത്ത് ഒരു പുതിയ സ്റ്റില്ല് കിട്ടിയിട്ടുണ്ട്, എന്തായാലും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പടത്തിന്റെ കാനഡയിലത്തെ പ്രീമിയറിന്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ആന്ധ്രാപ്രദേശത്തെയും തെലങ്കാനത്തെയും ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് ഏഷ്യൻ സുരേഷ് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി എടുത്തിട്ടുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ കേരളത്തിൽ തിയേറ്ററിക്കൽ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ശ്രീകോവിലും മൂവീസ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ വല്ലം എന്ന് പറഞ്ഞതിന്റെ ട്രെയിലർ കൊടുത്തിറങ്ങിയിട്ടുണ്ട്. പടം നാളെ റിലീസ് ആവുന്നത്, അപ്പോൾ അതിന്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ 8 വാസനിലും എന്ന് പറഞ്ഞതിന്റെ ടീസർ വന്ന് നാളെ രാവിലെ 11 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു. പിന്നെ കൽക്കി 2898 AD എന്ന് പറഞ്ഞതിന്റെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ഈ ജൂണിൽ സ്റ്റാർട്ട് ആവുന്നുള്ള കേൾക്കുന്നുണ്ട് ഈ വർഷം. എന്തായാലും കണ്ടറിയാം എങ്ങനെയൊക്കെ എന്നുള്ളത്. പിന്നെ മോഹൻലാലിന്റെ തുടരെന്ന് പറഞ്ഞാൽ ജനുവരി 30 റിലീസ് ആവായിരുന്നു എന്നാണ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള അറിയില്ല. ചിലടത്ത് കേൾക്കുന്നുണ്ട് OTT റൈറ്റ്സ് വിറ്റ് പോകാത്ത കാരണമാണ് തിയേറ്ററിൽ ഇറക്കാത്തതെന്നുള്ളതൊക്കെ, എന്താണെന്നുള്ള അറിയില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ LT എമ്പുരാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങിയതിന് ശേഷമായിരിക്കും തുടരെന്ന് പറഞ്ഞാൽ അവിടെ റിലീസ് ആവുക എന്നുള്ളതൊക്കെയാണ്. അത് എന്താണെന്നുള്ള അറിയില്ല. എന്തായാലും LT എമ്പുരാൻ എന്ന് പറഞ്ഞതിന്റെ ടീച്ചർ വരാൻ പോവാണ് 25 എന്നുള്ള പറഞ്ഞു കേട്ടിരുന്നു, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 25 അല്ല 26 എന്നുള്ളതാണ് കേൾക്കുന്നത്. ആശീർവാദ സിനിമാസിന്റെ 25ാമത്തെ ആനിവേഴ്സറി ആയിട്ട്. അപ്പോൾ 26 6 മണിക്ക് ഇതിന്റെ ലോഞ്ച് ഇറക്കും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നതല്ല. പൃഥ്വിരാജിന് ഒരു സ്റ്റോറി ഇട്ടിട്ടുള്ളതാണ്, അതിൽ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ നാളെ രാവിലെ പുറത്തുവിടുന്നതാണ് കേൾക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം. പിന്നെ പടത്തിന്റെ കൂടെ ഒരു ക്ലാസ് റിലീസിന് ജിയാൻ വിക്രമിന്റെ പടം വരുന്നുണ്ട്, വീരധീര സൂര്യൻ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് അറിയിച്ചിരിക്കുകയാണ് മാർച്ച് 27 എന്നുള്ളത്. പിന്നെ റൂമർ കേട്ടപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡേറ്റ് ആവുന്നുള്ളത്. പിന്നെ SK25 എന്ന് പറഞ്ഞിട്ടുള്ള പടം സൂര്യൻ ദുൽഖറും അഭിനയക്കാരുന്ന പടം പിന്നെ ജയരവിയും ശിവാർത്തനുമായിട്ടുള്ള രീതിയിലായിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ പടത്തിന്റെ ടൈറ്റിലായി പറഞ്ഞു കേൾക്കുന്നത് പരശക്തി എന്നുള്ള രീതിയിലാണ്. എന്തായാലും കൺഫേം ആയതൊന്നല്ല, അങ്ങനെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കയറാതാവാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ഡൊമിനിക് എന്താ ലേഡീസ് വേഴ്സ് എന്ന് പറഞ്ഞ ഫ്രം ടുമാറോ എന്നായിട്ടുള്ള പോസ്റ്റർ വന്നിരുന്നു. എന്തായാലും പടത്തിന്റെ കേരളത്തിലത്തെ പ്രീ സെയിൽസ് കളക്ഷൻ 56.03 ലക്ഷമായിരുന്നു. എന്തായാലും പടത്തിന് വലിയ ഹൈപ്പും കാര്യങ്ങളൊന്നും കൊടുക്കാത്ത തന്നെ അത്രയാണ് കിട്ടിയിട്ടുള്ളൂ. എന്തായാലും പടത്തിന്റെ ആന്ധ്രാപ്രദേശത്തെയും തെലങ്കാനത്തെ തിയേറ്റർ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ കർണാടകത്തെ തിയേറ്റർ ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യത്തെ തിയേറ്റർ ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ GCCത്തെ തിയേറ്റർ ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. അതുമാതിരി സിംഗപ്പൂർത്തെ കാണിക്കുന്നുണ്ട്. പിന്നെ തമിഴ്നാട്ടിലെ തിയേറ്റർ ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. ചിലർ പറഞ്ഞാലും ഗൗതം വാസുദേവന്റെ എന്തോ ഒരു പ്രശ്നമുള്ള കാരണം തമിഴ്നാട്ടിൽ റിലീസ് ആവില്ല എന്നുള്ളതൊക്കെ, പക്ഷേ തമിഴ്നാട്ടിലും റിലീസ് ആയിട്ടുണ്ട്. പിന്നെ ഓസ്ട്രേലിയത്തെ ന്യൂസിലാൻഡിത്തെ തിയേറ്റർ ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ UK യൂറോപ്പിലത്തെ തിയേറ്റർ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതുമാതിരി കേരളത്തിലത്തെ കാണിക്കുന്നുണ്ട്. കേരളത്തിലൊക്കെ 200 സ്ക്രീനൊക്കെ ആകെ ഉള്ളതുകൊണ്ട് എന്തായാലും പടത്തിന് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ വലിയൊരു ഗംഭീര പടം എന്നുള്ള ലെവലിലല്ല, പക്ഷെ നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ തലപതി 69 എന്ന് പറഞ്ഞതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ജനുവരി 26 എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും പടത്തിന്റെ ടൈറ്റിലായി പറഞ്ഞു കേൾക്കുന്നത് നാളെ തീർപ്പ് എന്നുള്ളതാണ്. ഈ സമയത്തൊക്കെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണ്. ഇനിയിപ്പോൾ മാറുമെന്നുള്ള അറിയില്ല. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ആയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക്. അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.